പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ മഹത്വം ആരാധന ആരാധന ഉടമ്പടിയുടെ കാലഘട്ടങ്ങളിലെ പ്രോസസ് ടൈമില്ലേ, എൻ്റെ പ്രക്രിയാ സമയം, ഈ പ്രക്രിയാ സമയങ്ങളിൽ എപ്പോഴും ദൈവം നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അല്ലാതെ നമ്മളുടനെ ഉടമ്പടി എടുക്കണ കാലത്ത്, ഉടമ്പടിയിൽ ഇരിക്കണ സമയത്ത് ഉണ്ടാകുന്ന ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പറയും. അങ്ങനെ നിങ്ങൾ പൊട്ടികൾ വാസ്തവത്തിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, യൂദാസ് പുണ്യാളനെയൊക്കെ പെട്ടിക്കൊണ്ടുവന്ന് എഴുതിയിടണ പോലുള്ള എഴുതിയിടലല്ല ഈ സംഭവം. ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകും. നിങ്ങൾ ഓർക്കണത് ഇപ്പോൾ യൂദാസ് പുണ്യാളൻ്റെ പെട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് വിവാഹം നടക്കണം, ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് പുണ്യാളൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാകത്തില്ല. അത് നടക്കാൻ പറ്റണേ നടക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടാകും. കാര്യം ഇത് ഉടമ്പടി ആയതുകൊണ്ടാണ്, അല്ലാതെ അപേക്ഷ കെട്ടി താത്തണ പരിപാടി അല്ലല്ലോ. ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട്. ആരെക്കുറിച്ച്? നമ്മളെക്കുറിച്ച്. ദൈവം ഈ ഉടമ്പടി കാലം കഴിയുന്നതിനുള്ളിൽ നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് ഐഡിയ ഉണ്ട്. അതാണ് പല ആൾക്കാരുടെ ഉടമ്പടി ആൻസറബിൾ അല്ലാതിരിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണില്ല. നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കണ്ണീരിട്ടുകൊണ്ട് ഇങ്ങനെ ഒലിയിട്ട് നടക്കാമെന്നല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ദൈവപൈതലായി മാറിയോ? നിങ്ങൾ കർത്താവിന് വചനം കൈമാറിയോ? അത് സന്തോഷത്തോടെയാണ് കൈമാറിയത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് സാക്ഷ്യം പറയണത്, എനിക്ക് 2 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നതെന്ന്. അപ്പോഴെങ്കിലും അവൾക്ക് ബോധം വന്നില്ല. എന്താ കാര്യം? അവൾക്ക് ഈ പത്രം കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ബാക്കി എല്ലാം അവൾ ചെയ്യുന്നുണ്ട്. ആ കണക്കിനൊക്കെ ഒപ്പിച്ച് ദൈവത്തിന് കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ ഒപ്പിച്ചൊപ്പിച്ച് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, വചനമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ പത്രം കൊടുക്കത്തില്ല കക്ഷി. പത്രം കൊടുത്ത് അവളുടെ കൂട്ടുകാർ കാണുമെന്നാണ് അവൾ പറയണത്. എന്നൊക്കെ ഭ്രാന്തുണ്ടാകുന്ന ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് പത്രം ഞാൻ അമ്മയെ കൊണ്ടാണ് കൊടുപ്പിക്കണമെന്നാണ്. അതായത് ഈ ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ജോബോളിലൊക്കെ അറിയാം, അല്ലെങ്കിൽ വിജയകുമാറിനറിയാം. അവരാണല്ലോ ഫസ്റ്റ് ഹാൻഡ് ഡിസേബിളായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ. ഇത് ഓൾ ഓൺ എ സഡൻ വന്നതാണ്. ഓൾ ഓൺ എ സഡൻ വെച്ചാൽ വിത്തിൻ 72 മണിക്കൂറിനുള്ളിലാണ് ഉടമ്പടിയുടെ മൊത്തം സംഭവങ്ങൾ വെളിപ്പെട്ടത്. അല്ലാതെ ഇങ്ങനെ കണ്ട് പഠിച്ചു കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ഓരോ കാര്യം ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല. പച്ചത്തിരി, നീലത്തിരി, ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരുവോ എല്ലാം എനിക്ക് വേണം 72 മണിക്കൂറല്ല. ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഓൺലൈനിൽ ആണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതിൻ്റെ അർത്ഥം പോലും അറിയാമല്ല സത്യം പറഞ്ഞാൽ. പിന്നീട് ബൈബിളിലേക്കൊക്കെ പോയി ഇതിൻ്റെ അർത്ഥം എഴുതണമല്ല നമ്മൾ. ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്ന് കത്തോലിക്ക സഭയിലൊന്നും പറയാൻ പറ്റത്തില്ല. ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് സഭാപിതാക്കന്മാരോട് വൃത്തിപരമായിട്ട് ഇതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസ് എന്താണ്, ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന്, അതിൻ്റെ തിയോളജി എന്താണെന്ന് വി മസ്റ്റ് എക്സ്പ്ലെയിൻ. അപ്പം ഞാനത് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് കുറേ വചനങ്ങൾ തന്നു. ആ വചനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഓരോ കാര്യത്തിലും. അപ്പോഴാണ് ഈ ബദാം കായ്ക്കണ കാര്യമൊക്കെ ഞാൻ അറിയണത്. പച്ചത്തിരിയെന്ന് എഴുതി വെച്ചെന്നല്ലാതെ ബദാം കായ്ക്കണ കാര്യമൊന്നും. അഹ്റോൻ്റെ ഉണക്കവടിയാണ് പിന്നീട് ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അത് പച്ച ഇലകളായിട്ട് മാറണമെന്നും അത് പ്രത്യാശയാണെന്നും ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രത്യാശ ഉണ്ടായാൽ മതിയെന്നും. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെങ്കിൽ
ഈ ജപ്തി നടപടിക്കാരൻ വരുമ്പോൾ അത് അവരിപ്പോൾ നമുക്ക് ജപ്തി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു. അപ്പം ജപ്തി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്തല്ല, ആ ഉറപ്പിലൊക്കെ നമ്മൾ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ബാങ്കുകാരൻ മദ്യം പറയുന്നത് 19-ാം തീയതിയാണ് ജപ്തി എന്ന്. മാതാവ് ഉടമ്പടിയുടെ 19-ാം തീയതി ഡേറ്റ് ജപ്തിയായ അപ്പോൾ തന്നെ നമ്മൾ കണ്ടിച്ച് വീണ് ഉടമ്പടി എടുക്കാത്ത പോലെ ഇരുന്ന് മോങ്ങിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. സംഭവം പ്രത്യാശ ഇവർക്കില്ല. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. ഇപ്പോൾ ഇന്ന് ഈ അലക്സ് തോമസിൻ്റെ കഥ കണ്ടില്ലേ? അലക്സ് തോമസ് ഉടമ്പടി ചെയ്തു. അനിയൻ ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ലിവറിന് വീണ്ടും ഇൻഫെക്ഷനായി. അതൊക്കെ മൈൻഡ് ചെയ്യില്ല. ഉടമ്പടി ആ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ അദ്ദേഹം മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ മാറി, ലിവർ മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ ഡോണർ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി. 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലിവർ കണ്ടിച്ച് കൊടുത്ത ആൾ ആശുപത്രിയിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോയി. പക്ഷേ അളിയനെ ഇപ്പോഴും ബോധം വന്നില്ല. അപ്പം പെങ്ങളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടാകും. കാര്യം എന്താ, അയാൾ മറ്റത് ലിവറും കൊടുത്ത് അയാൾ പോയി. പക്ഷേ ലിവർ സ്വീകരിച്ച ആളിന് ബോധമില്ല. 20 ദിവസമായിട്ടും ബോധം വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെന്റിലേറ്റർ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും അലക്സ് തോമസ് പറയും, ഉടമ്പടി എടുത്തതാണ്, ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അതാണ് പ്രത്യാശ എന്ന് പറയണത്. ആ അളിയന് ബോധമില്ലാതെ മറ്റാൾ പോവുകയും അളിയന് ബോധമില്ലാതെ വീണ്ടും തുടരുകയും പിന്നെ സിറ്റുവേഷൻസ് മോശമായി വെന്റിലേറ്ററൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് ഉടനെ അലക്സ് തോമസ് ഇവിടെ വന്നിട്ട് മാതാവിന് പറയും, അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറയും. അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകും. രാത്രി ആ വെന്റിലേറ്റർ കയറ്റാനുള്ള ആൾ കണ്ണ് തുറക്കും. അതായത് ആ മനുഷ്യനെ ഉടമ്പടി തന്നെ ഉറച്ചു നിന്നിട്ട് ഉടമ്പടി അല്പം ക്ലേശകരമായിട്ട് പോകണമെന്ന് കണ്ടപ്പോൾ അത് ഉടമ്പടി എടുത്ത ആളിനടുത്ത് തന്നെ പറയുന്നത്, സിറ്റുവേഷൻസ് ഇത്തിരി മോശമാണ്, കൂടെ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, ഞാനിങ്ങനെ തടിയെ പോലെ നിൽക്കണമെന്നേ ഉള്ളൂ, അത് നിൻ്റെ ഉറപ്പിലാണ് നിൽക്കണത്, വേറെ എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയും. നമ്മൾ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളും ദൈവാനുഭവമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ബുദ്ധി വേണം. ഞാൻ പറയുന്നത് ഇതിന് ഉടമ്പടിക്കൊരു ബുദ്ധി വേണം. അല്ല നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ പോലെ കരയാൻ വിഷമിക്കാതിരുന്നാൽ ഉടമ്പടി ബ്രേക്കാവും. ദൈവം നോക്കണത് ഈ ഉടമ്പടി എടുക്കാൻ ആവശ്യമായ തനത് കൃപ. നമുക്ക് എപ്പോഴും വരണത് തനത് കൃപയെന്നും പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പോൾ നമുക്കൊരു സാധാരണ ഒരു വിശ്വാസി ജീവിച്ചു പോണ, അവന് ഇഷ്യൂസൊന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ട്, രോഗങ്ങളുണ്ട്, ജോലിയില്ല, സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാകുന്ന കേരള ഡിസീസ് മാത്രമേ അവനുള്ളൂ. കേരള ഡിസീസ് എന്ന് പറഞ്ഞത് മുതിർന്നവർക്ക് ചിലർക്ക് പെൻഷൻ കിട്ടണില്ല, ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് റേഷൻ കട്ടായിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോമൺ പ്രശ്നങ്ങളേ ഉള്ളൂ. ചിലർ ഏജൻറ്റുമാർ പറ്റിച്ചിരിക്കുന്നു, ചിലർ വിസ ട്രബിളിൽ വന്നിരിക്കുന്നു. അപ്പോൾ ചിലരുടെ റിസൾട്ട് വെറുതെ വിത്ത് ഹോൾഡായിട്ട് ലാഗ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കിട്ടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള കേരള തടസ്സങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള തടസ്സങ്ങളുണ്ട്. ഇതല്ലാതെ എക്സ്ട്രാ തടസ്സങ്ങളുള്ളവരുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത, ഒരു 60% പേർക്കും ഇല്ലാത്ത, ഒരു 40% പേർക്ക് മാത്രമുള്ള തടസ്സങ്ങളുണ്ട്. ചിലർക്ക് 20% പേർക്ക് മാത്രമുള്ള അപൂർവ തടസ്സങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത കാലാവസ്ഥകൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ ഈ വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യം നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന, എന്നാൽ വേറെ ആൾക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരാത്ത വിഷമങ്ങളാണ് തനത് വിഷമങ്ങളെന്ന് പറയുന്നത്, തടസ്സങ്ങൾ. ഈ തനത് തടസ്സങ്ങൾ ഇപ്പം നിനക്ക് മാത്രമുള്ള തടസ്സങ്ങൾ. ഇപ്പം നിൻ്റെ അണിയന് ഭയങ്കരമായിട്ട് കല്യാണ ആലോചന വരണം, ചേട്ടനായ നിനക്ക് കല്യാണ ആലോചന വരുന്നില്ല. അതാണ് നിൻ്റെ തനത് തടസ്സം. ഇത് ഈ വിഷയം എല്ലാം നമ്മൾ അടുത്തുള്ള പുരയിടങ്ങളൊക്കെ വിറ്റ് പോണ്, അവർക്ക് ആവശ്യമില്ലാത്തവർ പോലും വന്ന് മേടിച്ചുകൊണ്ട് പോണ്. പക്ഷെ നമ്മുടെ പുരയിടം നമുക്ക് ആവശ്യമുണ്ടായിട്ടും പുരയിടം മേടിക്കാൻ ആരും വരണില്ല. തനത് തടസ്സമെന്ന് പറയും. ഈ തനത് തടസ്സത്തിന് വേണ്ടത് തനത് ഗ്രേസാണ്, അതിൻ്റേതായിട്ടുള്ള ഓൺ ഗ്രേസ്, അതിൻ്റേതായിട്ടുള്ള ഗ്രേസ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏലിയായുടെ ഒരു സഹോദരനാണ്, പ്രവാചക സഹോദരനാണ് എലീഷ.
എലീഷ എപ്പോഴും ഏലിയയെ കണ്ടപ്പോൾ എന്നോട് ഏലിയായോട് എലീഷ പറഞ്ഞത്, എനിക്ക് അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞു. അത് അത്രയേ ഉള്ള കാര്യം. നമ്മൾക്ക് ചെയ്യാനുള്ള മിഷൻ മറ്റുള്ളവരുടെ മിഷനേക്കാൾ പ്രയാസമേറിയതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരട്ടി കൃപയാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:9. 2 രാജാക്കന്മാർ 2:9. മറുകര എത്തിയപ്പോൾ ഏലിയ എലീശായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ ഏലിയ ചോദിക്കുകയാണ് പ്രവാചകനോട്. അവൻ എടുക്കപ്പെടുകയാണ്. അപ്പൊ അതിന് എന്താണ് ഇവന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ്, പാടുള്ള കാര്യമാണെന്ന് ചോദിക്കണത് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അപ്പോഴ് എലീശയ്ക്ക് ഇരട്ടി പങ്ക് ദൈവം കൊടുക്കുന്നതായിട്ടാണ് ബൈബിൾ ചരിത്രം അവസാനിക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? എലീശയ്ക്ക് ഏലിയേക്കാൾ കൂടുതൽ ജോലി ചെയ്യാനുണ്ട്. മിഷൻ ബേസ്ഡ് ആയിട്ടാണ് പോണത്. അപ്പം നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ് ചെയ്യേണ്ടത്. വേറെ കാര്യമൊന്നുമില്ല. വെറുതെ വായിട്ട് അലക്കിയിട്ടുകൊണ്ട് കൃപ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ്. മറ്റുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഒരു പള്ളിയിൽ, അവിടുത്തെ സെൻറ്റ് മേരീസ് പള്ളിയിൽ കുർബാന കൂടിയിട്ട് ഇറങ്ങുകയാണ്. കുർബാന കൂടി ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്. നല്ല വെയിലത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച്, ശരിക്കും പറഞ്ഞാൽ, അതായത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെ അവിടെ കൂടെ അത് കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആരുമില്ല. അവർ തന്നെത്താൻ അവർ വാങ്ങിച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ എരിവെയിലത്തും പൊരിവെയിലത്തും സുന്ദരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഉടമ്പടിയിലെ ഏറ്റവും ടഫ് മിഷൻ ഈ പത്രത്തിൻ്റെ മിഷനാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ മാസം ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അതാണ് ആ മാസം ചെയ്തത്. 100 മറ്റേ കാണും നമ്മൾ കൊടുക്കണത്. അതിലിരട്ടി ഉണ്ടാവും. ഒരു ദിവസം 10 അല്ല ഇടണത്, 10 ഉടമ്പടി സാക്ഷ്യങ്ങളല്ലേ ഇപ്പോൾ അപ്പ് ചെയ്യണത്. അപ്പോൾ അതിലൊരു 100 എടുത്തിട്ട് 10 ദിവസത്തെ എടുത്തിട്ടാണ് 10 കൊടുക്കണത്. അപ്പോഴേ ഈ സാക്ഷ്യം വായിക്കുമ്പോൾ ആ സാക്ഷ്യം സ്ഥിരമായിട്ട് വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്, സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ പ്രശ്നം ദൈവം ചെയ്ത കാര്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അതിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ആൾക്കാർ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവർ സാക്ഷ്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കണം. 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഉറക്കം വന്നില്ലല്ലോ. ഒരു സഹോദരി ഇന്നലെ പറഞ്ഞത്, എനിക്ക് ഉറക്കം വന്നില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞിന് ഇപ്പം മിൻറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ സാക്ഷ്യം ഈ ആഴ്ചയിലുണ്ടായതാണ്. വലിയ സാക്ഷ്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മിൻറ്റു, ഞാൻ അയർലൻഡിൽ ധ്യാനം നടത്തുമ്പോൾ ആ അയർലൻഡിലെ ധ്യാനത്തിൻ്റെ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ പെട്ടെന്ന് അത്രയും നാൾ അനങ്ങാതിരുന്ന ഗർഭസ്ഥ ശിശു ആരാധന സമയത്ത് കുതിച്ചു ചാടി. അപ്പോൾ കർത്താവ് മിൻറ്റുവിനൊരു അടയാളം കൊടുത്തതാണ്. എന്താണ്? നിൻ്റെ കുഞ്ഞ് എൻ്റെ കൈവപ്പുള്ളതാണ്. ഇനി കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ വന്നാലും നീ മൈൻഡ് ചെയ്യരുത്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾക്കൊരു അടയാളം കിട്ടുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്കൊരു എന്തെങ്കിലും തരത്തിൽ നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന എന്തോ സാധനം സംഭവിക്കാൻ പോകുന്നു, നമ്മൾ കലങ്ങരുതെന്ന അതിൻ്റെ അർത്ഥം. ഒരർത്ഥം അതാണ്. അപ്പം മിൻറ്റു ഭയങ്കര സന്തോഷമായി. എന്താണ്? ആരാധനയിലല്ലേ ആദ്യമായിട്ട് ഗർഭധസിച്ച് തുള്ളിച്ചാടണത്. അപ്പം കർത്താവിൻ്റെ കയ്യൊപ്പുള്ള കുഞ്ഞാണ് എന്ന് അവൾ ധരിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് അവൻ്റെ നടുവലിൻ്റെ മൂട്ടിൽ ഒരു മുഴ വരാൻ തുടങ്ങി, ട്യൂമർ വരാൻ തുടങ്ങി. അത് ട്യൂമറാണെന്ന് കണ്ട് ബ്ലീഡിങ്ങൊക്കെ വന്ന് നോക്കിയപ്പോൾ ട്യൂമറാണ്. ട്യൂമറാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ട്യൂമർ വളർന്നു കൊണ്ടേയിരിക്കുകയാണ്. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രശ്നം, ട്യൂമർ എന്ന് പറയുന്ന ഒരു ബലൂൺ പോലെ ഇങ്ങനെ കുറേ വെള്ളമായിട്ടൊക്കെ ഇരിക്കും. അതിങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ രക്തം മുഴുവനും ട്യൂമർ വിഴുങ്ങും. കുഞ്ഞ് രക്തമില്ലാതെ കുഞ്ഞിന് ലിവർ അടിച്ചു പോകും, ബ്രെയിൻ ചുരുങ്ങിപ്പോകും. അങ്ങനെ കിഡ്നി, ആ 3 പ്രശ്നമാണ് ട്യൂമർ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവൾ കിടുങ്ങിപ്പോവും അങ്ങോട്ട്. കാര്യമൊക്കെ മനസ്സിലാവും, കുഞ്ഞ് മരിച്ചു പോകുമെന്ന് മനസ്സിലാവും, ട്യൂമർ വളരെ. പക്ഷേ ഇവൾ ഉടമ്പടിയിൽ അങ്ങ് ഉറച്ചു നിൽക്കും. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വിഷയം, നമ്മുടെ വിഷയം എല്ലാം ദൈവത്തിൻ്റെ വിഷയമായി മാറും. കാര്യം ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, അതാണ് വിഷയം. നമുക്ക് ജോലിയില്ല, ദൈവത്തിന് ജോലിയില്ല. നമുക്ക് പനിയാണോ, ദൈവത്തിന് പനിയാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് പോണത്. നമുക്ക് കടത്തിലാണോ, ദൈവം കടത്തിലാണ്. എന്നാൽ ദൈവത്തിന് തനതായിട്ട് തോന്നും. ഇപ്പോൾ ഉടമ്പടിയുടെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിനക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്ത് സ്വന്തം പോലെയാക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി വഴിയായി ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അപ്പോൾ ഇങ്ങനെ ഓരോ 3 മാസം സ്കാൻ ചെയ്യുമ്പോഴും ട്യൂമറൊപ്പം കൊച്ചിനൊപ്പം വലുതാകുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർഷൻ ചെയ്ത് കളയണമെന്ന്. ടിൻറ്റിൻ്റെ അപ്പോൾ 6-ാം മാസം ആയപ്പോഴും ഡോക്ടർ പറയും ഇത് കുട്ടി മരിക്കും, നിനക്കും അപകടമാണ്, അബോർഷൻ ചെയ്ത് കളയണം. പക്ഷെ കളയത്തില്ല ഇവർ. കാര്യം ടിൻറ്റുവിൻ്റെ ഹസ്ബൻഡ് ലിജുവും അതുപോലെ തന്നെ വിശ്വാസമുള്ള ആളാണ്. ഇത് നമുക്ക് കർത്താവ് തന്ന എൽഇഡി എന്ന് ചോദിക്കും. ഒക്കെ ബോധമാണ്, അതാണ് ബോധം. ഒരു ഉടമ്പടി ഒരു ബോധമാണ്. അന്ന് ആരാധനയ്ക്ക് കുഞ്ഞ് തുള്ളിച്ചാടിയില്ലേ, അപ്പോൾ കർത്താവിൻ്റെ കൈവപ്പായില്ലേ. അപ്പോൾ ഭർത്താവ് പറയും ഇത് നമുക്ക് കർത്താവ് തന്നതല്ലേടി, കർത്താവാണ് തീരുമാനിക്കണം, നമ്മളൊന്നും ചെയ്യത്തില്ല എന്ന് പറയും. അപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ആലോചിച്ചിട്ട് അവരൊന്നും ചെയ്യാതെ കുഞ്ഞിനെയും ട്യൂമറിനെയും അതിൻ്റെ ഭിത്തിക്ക് അങ്ങോട്ട് വിടും. ഇവൾ ഈ വയറും താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇവൾ രാത്രി ഉറക്കം വരത്തില്ല. ഇവർക്ക് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് അവൾ പറയും ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് സാക്ഷ്യം കേൾക്കുമെന്ന്. കർത്താവ് അപ്പോൾ എന്നെ കർത്താവ് ബലപ്പെടുത്തും. ഈ കാലങ്ങളിൽ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് സാക്ഷ്യങ്ങളാണ് ശരിക്കും. കാര്യം ചവർ പോലെ സാക്ഷ്യങ്ങളല്ലേ എല്ലാ ദിവസവുമാണേ. അപ്പോൾ അത് ആ ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവും. ഈ ഭൂമിക്ക് താഴെ ഈ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയാണ് ദൈവം ഉടമ്പടി കൈകാര്യം ചെയ്യണത്. അത് ഓരോ വിഷയങ്ങളെയും. അപ്പോൾ ഇവൾ പറയും ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, കൂടുതൽ വേദനയൊക്കെ വരുന്ന ബ്ലീഡിങ് കൂടുന്ന കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ അടിവയറ്റി തേച്ച് കുരിച്ചിടും. കാര്യം നമുക്ക് ഉടമ്പടിയിലെ ദൃശ്യമായ കുറേ അടയാളങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഉടമ്പടി തൈലം, ഉപ്പ്, പിന്നെ എന്താണ് കാശുരൂപം. അപ്പം കുറേ അടയാളങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അത് വർക്കൗട്ട് ചെയ്യണത് ആരാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്, അയാളുടെ മൊറാലിറ്റിയിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ.
പിന്നെ അയാൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കണ്ണീരിട്ട് ദൈവതിരുസന്നിധി പറയാണ്, ഞാനിത് കാനഡയ്ക്ക് കൊടുത്തു വിടുകയാണ്, എൻ്റെ മകൾ അവിടെയാണ്, അവർക്ക് വേറെ ആരുമില്ല, എനിക്കും പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഉടമ്പടിക്ക് മുറുക്കമില്ല എന്നുണ്ടെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. നീ ഉടമ്പടി ഉടപ്പിയിട്ട് ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഉടമ്പടി തൈലം കൊടുത്തു വിടുകയാണെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു കൈ ഇരിക്കുന്ന വടി മാത്രമാണ്. ഇപ്പം മോസസിനോട് പറഞ്ഞില്ലേ, നീ പറവോൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മോസസിന് പേടിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ രാജാവ്, ചക്രവർത്തിയാണ്. ഇവൻ്റെ പിന്നിൽ ആൾ പോലും ഇല്ല, സ്വാധീനമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല, ട്രെയിൻ ചെയ്ത പട്ടാളക്കാരില്ല, പണമില്ല, ഒന്നുമില്ല. ഇവൻ ഒറ്റക്കാണ്. അപ്പോൾ മോസസ് പറയും, ഞാൻ ഒറ്റക്കാണല്ലോ, ഞാനെങ്ങനെയാണ് ചക്രവർത്തിയോട് സർവ്വസൈന്യാധിപനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയും, നിൻ്റെ കയ്യിലിരിക്കണ എന്താണെന്ന് ചോദിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 4:2. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 4:2. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എന്തെല്ലാം കയ്യിലുണ്ട്? ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശ്രൂപമുണ്ട്, അല്ലേ? എല്ലാം പലപ്രാവശ്യം വെഞ്ചരിച്ച് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയിട്ട് ഇതിന്മേ തൊട്ടാൽ ശരിയാകത്തില്ല. ഉടമ്പടിയിൽ ബലവത്താട് നിൽക്കണം. പറ, വായിച്ചോളൂ. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു ഒരു വടിയാണ്. അപ്പം നമുക്ക് തോന്നുമ്പോൾ ഒരു കാശ്രൂപമാണ്, ഇത്തിരി ഉപ്പാണ്, ഇത്തിരി ഒലിവ് എണ്ണയാണെന്ന് നമുക്ക് തോന്നും. അതായിരിക്കും. പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ അത് മാറി, അതല്ലാതായി മാറും. അത് വായിച്ചോളൂ. അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക. നമ്മൾ ഉപ്പൊക്കെ നിലത്തിടത്തില്ലേ? ഞാൻ എല്ലാവരോടും പറയും, ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ, സ്ഥലം വിൽക്കണില്ല എന്ന് പറയുമ്പോൾ, വീട് വിൽക്കണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് നിലത്തിടാൻ പറയും, എല്ലാ അതിരുകളിലും ഇടാൻ പറയും. എങ്ങനെ ഇടാൻ പറയും? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിടാൻ പറയും. പ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. അല്ല ചുമ്മാ സിനിമാ പാട്ടും പാടി ഇടാൻ പറഞ്ഞ സാധനമാണോ ഇത്? ബുദ്ധിബോധമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഉറുമ്പ് വരുമ്പോൾ തെള്ളുപൊടി ഇടണ പോലെ ഇടുന്ന സാധനമാണോ ഇത്? അല്ല. ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെന്ന്. വിശ്വാസ പ്രമാണവും വിശുദ്ധിയും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്. നിങ്ങൾ പ്രക്രിയയായിട്ട് ജീവിച്ചിട്ട് 90 മാസം ജീവിച്ചിട്ട് വിശ്വാസ പ്രമാണം ചിലപ്പോൾ ആക്ടിവേറ്റ് ആകത്തില്ല. അതാണ് വിഷയം. കാര്യം എപ്പോഴും പ്രശ്നമുള്ളത് ദൈവം ചോദിക്കണം, നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പോൾ ഒറ്റ ഉത്തരവേ പാടാൻ പാടുള്ളൂ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ അബോർഷൻ ചെയ്യുന്നു. പോരെ, പണിയായില്ലേ? നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മര്യാദക്ക് ഉത്തരം പറയണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഉത്തരം പറയണം. ഞാനൊരു ഭർത്താവിനെ വെറുതെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി മോതക്കെട്ട് കിട്ടും ചിലപ്പോൾ. ഞാൻ ഇന്നലെ ഒരു പെണ്ണിനോട് ചോദിച്ചു, അത് നീ വഴക്കിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വടിവിട്ടേക്കാൻ പറഞ്ഞു. അവൾ തന്നെ വഴക്കിട്ട് പോന്നിട്ട് പാക ഉടമ്പടി ചെയ്യണമെന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുത്ത് വെള്ളത്തിൽ കൊണ്ട് നിൽക്കും. പാക ഉടമ്പടി ചെയ്യണം. അപ്പോൾ മാനേജർ എഴുതിയിട്ടുണ്ട് പാക ഉടമ്പടി ചെയ്യണം. മാനേജർ ചോദിക്കത്തില്ലല്ല. ഈ പാക ഉടമ്പടി ചെയ്യണമെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞ് അവളോട് കാര്യം ചോദിക്കാൻ പറഞ്ഞ്. വേറെ ആരുമില്ല, അവളോട് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ എല്ലാവരോടും സംസാരിക്കത്തില്ലല്ലോ. ഗ്രീൻ കേസാണെങ്കിൽ സംസാരിക്കത്തില്ല, റെഡ് കേസാണെങ്കിൽ എനിക്കറിയാൻ പറ്റും. ഞാൻ ചോദിച്ചു പാക ഉടമ്പടി ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെ ഭാഗം ഉടമ്പടി ചെയ്യണം. അപ്പോൾ നീ എവിടെ നിൽക്കണം? വീട്ടിൽ നിൽക്കണം. നീയായി എന്ന് പോകുന്നു. കെട്ടിയ കാലത്ത് പോകുന്നതാണ്. കെട്ടിയ കാലത്ത് ഇവളുടെ എന്തോ ഉടായ്പ ബന്ധത്തിൽ അല്ലെങ്കിൽ ബന്ധമില്ലെങ്കിലും അവളുടെ താല്പര്യക്കുറവാ, ചിലപ്പോൾ ഈ മദ്യപാനിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ മദ്യപാനികളുടെ കൂടെ ആരും താമസിക്കണില്ലേ? കേരളം തന്നെ ജീവിക്കണ മദ്യപാനം കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഗവൺമെൻറ് ഇതൊക്കെ അടച്ചുപൂട്ടത്തില്ലേ? അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഗവൺമെൻറ് തന്നെ അതിൻ്റെ സ്പോൺസറായി മാറുമ്പോഴേ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ല ഗവൺമെൻറ്റിന് ടാക്സൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കാര്യം മദ്യപിച്ചാൽ ശരിയാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പാപ സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടാകും. അത് ഗവൺമെൻറ് സ്പോൺസേർഡുമായിരിക്കും ചിലപ്പോൾ സമയത്ത്. പക്ഷേ നമ്മളല്ല അത് ജീവിക്കേണ്ടത്. എത്ര ഉടമ്പടിയിലൂടെയാണ് ഭർത്താക്കന്മാരെ അവിടെ വിശുദ്ധിയിലേക്ക് ഭാര്യമാരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൾ ഓടിപ്പോകുന്നത് അന്ന് ഓടിപ്പോകുന്നതാണ്.
ഞാൻ മക്കളുണ്ടായി ഇല്ലെന്ന് തിരക്കിയില്ല. കാര്യം ആ കേസ് ദൈവത്തിൻ്റെ അല്ലാത്ത കാരണം എൻ്റെതുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ചെയ്തിരിക്കണ കാര്യങ്ങളുടെ മേലെ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ്. എന്താ കാര്യം? അന്ന് ഓടിപ്പോകുന്നതിന് ശേഷം ഇന്നിപ്പോൾ അവൾക്ക് അയാളുടെ ഓഹരി വേണം. അതാണ് പ്രശ്നം. അതിനകത്ത് മാനുഷികമായിട്ട് പോലും നീതിയില്ല. കഴുത്തല്ലൊരു താലി കെട്ടിയെന്നും പറഞ്ഞ് കൂടെ നിന്ന് കൂടെ ജീവിച്ച് അവിടെ മക്കളെ വളർത്തി ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ ഭർത്താവിന് അവകാശം ഉണ്ടാകണത്. ഇത് വിദ്യാർത്ഥിയുടെ കോടതിയായി ചിലപ്പോൾ കോടതി പോയെന്ന് രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ ദൈവത്തിനും ഇന്ന് രക്ഷപ്പെടത്തില്ല. എന്താ കാരണം? ഭാര്യ എന്ന ഉത്തരവാദിത്തം, അമ്മയെന്നുള്ള ഉത്തരവാദിത്തം നീ നിർവഹിച്ചിട്ടില്ല. അപ്പം നിൻ്റെ ദൈവിക അവകാശമില്ല. പിന്നെ എന്തിന് ഭാഗം പിടിച്ച് തരാനാണ്? ഈ കേസ് ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവളോട് മാത്രം ചോദിച്ചിരിക്കണത്? കാര്യം അവളുടെ കയ്യിൽ ആ ഉടമ്പടി ദൈവം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി അൾത്താരെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ഇവരുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അയാളുടെ സ്വത്ത് മാത്രം മതി, അതാണ് വിഷയം. അവിടെ സ്വത്ത് മാത്രം മതി. അപ്പോൾ അത് മാനുഷികമായിട്ട് പോലും നീതിയല്ല സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കോടതി പോയാൽ തീർച്ചയായിട്ടും കോടതി പെൺപക്ഷമായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ കുറേ നാളുകളായിട്ട് സ്ത്രീകൾ മർദ്ദനം അനുഭവിക്കുന്നതാണ്. നിയമപരമായ നീതിപരമായ മർദ്ദനങ്ങൾ സ്ത്രീ ജനങ്ങൾ അനുഭവിക്കുന്ന കാരണം അതിൻ്റെ തിക്തഫലങ്ങൾ ഒത്തിരി ആയപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നിയമങ്ങൾ വെച്ചിരിക്കുന്നതെല്ലാം സ്ത്രീ അനുകൂലമായ നിയമങ്ങളാണ്. അത് ഒത്തിരി പെണ്ണുങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ. ഇപ്പം എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പിന്നെയും കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. കുടുംബത്തോട് തറവാടിനോട് കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. അവർക്ക് അപ്പനും അമ്മയോട് ബന്ധമില്ല, അപ്പനെയും അമ്മയും അവർക്ക് നോക്കണ്ട. അതേസമയം തന്നെ അവർ പിന്നെയും കിട്ടാൻ വേണ്ടി കേസ് പറയും. ആ സ്വത്തുണ്ടാക്കിയതിൽ ഇവർക്കൊരു പങ്കുമില്ല. ഇപ്പം ചിലരൊക്കെ കാണിച്ചിരിക്കുന്ന നീതികൾ കണ്ടില്ലേ? ഗൾഫിലൊക്കെ ജോലി ചെയ്യും, മക്കളുടെ സമ്പത്ത് ആദ്യത്തെ മക്കൾ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മര്യാദ അനുസരിച്ചിട്ട് മൂത്ത മക്കളെ ഇളയ മക്കളെ ആരാണ് രക്ഷപ്പെടണത്? അവിടെ സമ്പത്ത് അപ്പൻ്റെ പേരിൽ അയച്ചു കൊടുക്കും. അപ്പൻ എന്ത് ചെയ്യും? അപ്പനും അമ്മയും പ്ലാൻ ചെയ്തുകൊണ്ട് കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലും മേടിക്കും, കുറേ സ്വത്ത് അമ്മയുടെ പേരിലും മേടിക്കും. ഇനി അവനൊരു കാലത്ത് ഗതികെട്ട് കിട്ടാതെ ഇവിടെ വരുമ്പോഴെന്ത് ചെയ്യും? കുറേ സ്വത്ത് അമ്മയുടെ പേരിലാണ് പെമ്മക്കൊക്കെ എല്ലാം അവകാശം, കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലാണ് കുടുംബത്തിന് അമ്മക്കും പെമ്മക്കും അവകാശം. അവരെന്താ? അവൻ ഞൊട്ടേണ്ടി വരും മിക്കവാറും. ഈ ആൾക്കാരെ ഉടമ്പടി എടുത്താൽ വിജയിക്കുക ഇല്ല. ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തന്നെ, മക്കളാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, മക്കളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതി റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യം പറയാതെ നീണ്ടു പോകും. അങ്ങനെ പല ആൾക്കാർക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ദൈവതിരുസന്നിധിയിലും മനുഷ്യൻ്റെ തിരുസന്നിധിയിലും അവരവരുടെ ആത്മശോധന ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട, പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ മിൻറ്റുവിൻ്റെ പ്രസംഗം ഉണ്ടാകും. മിൻറ്റു ഈ കുഞ്ഞിൻ്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം, ഗർഭത്തെ ശിശുവിനൊപ്പം വളരുകയാണ്. ശരീരം ചൂട് കയറിയിട്ടും വയറ് പെരുത്തിട്ടും കിടന്നുറങ്ങാൻ പറ്റണില്ല. വലത്തോടും തിരിയാൻ പറ്റണില്ല, ഇടത്തോടും തിരിയാൻ പറ്റുന്നില്ല. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്തു ചെയ്യും? ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കും. ഭർത്താവും ഭാര്യയും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാര്യം ഒന്നും പറ്റിയിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യണത്. അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റെ കുരിശിടും. ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിൻ്റെ കയ്യിലിരിക്കണത്? എന്താണ് കയ്യിലിരിക്കണത്? ഉടമ്പടി തൈലം. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈലമാണ്. ആൾക്കാർ നന്നായിട്ടാണ് വിളിക്കണത്. ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കണത് എന്താണ്? ഉടമ്പടി എടുത്തവർ അഭിഷേക തൈലം എന്നാണ് വിളിക്കുന്നത്. ദൈവം എന്നെ അഭിഷേക തൈലം, എന്നെ അഭിഷേകം ചെയ്ത തൈലം, എൻ്റെ സൗഖ്യത്തിനായി, സമാധാനത്തിനായി, എൻ്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ശക്തിപ്പെടുത്തുന്ന
ദൈവത്തിന് സ്നേഹത്തിന് നന്ദി പറയുന്നു. ആരാധന ആരാധന അഭിഷേക തൈലം അല്ലെങ്കിൽ വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കുന്ന മുമ്പ് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. അപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രീ റെക്വിസിസ്റ്റ്, മുൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം? തീഷ്ണതയുണ്ടാകണം. എന്തിലെല്ലാം തീഷ്ണതയുണ്ടാകണം? വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാകണം. ഇപ്പം മിൻറ്റുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്, അലക്സ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്. അതല്ലേ എന്തെല്ലാം ഇപ്പം മിൻറ്റുവിൻ്റെ കാര്യം വ്യക്തമാണ്. അപ്പോൾ മിൻറ്റു പ്രസവിച്ചു, അവസാനം സിസേറിയൻ എടുത്തു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനെയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം, കുട്ടിക്ക് 3 കിലോ ഉണ്ടെങ്കിൽ 1.5 കിലോ ട്യൂമറിനുണ്ട്. ഈ ട്യൂമർ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ, ശക്തി, രക്തം, വിറ്റാമിൻ, മിനറൽസ് എല്ലാം ഇതിലൂടെ പോകും. എല്ലാം ഇതിലൂടെ പോകും. കാരണം നട്ടെല്ലാണ് ഇത് പിടിപ്പിച്ചിരിക്കണത്. ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കണത്. ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ, ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോർട്ട് ഷാൽ പിയേഴ്സ് ഇൻ യുവർ ഹാർട്ട് എന്നെന്താ പറഞ്ഞത്? മാതാവിനെക്കുറിച്ച് പറഞ്ഞത്, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം, അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം എടുക്കണ പേയ്മെൻറ്റായിട്ടാണ് എടുക്കണത്. പേയ്മെൻറ്റായിട്ട് കിടച്ചാൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കണത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയമില്ല. ഓരോ അനുഗ്രഹങ്ങൾക്ക് അപ്പം ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലെസ്സിങ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്ലെസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും. ചില കത്തിക്കും, ചില കുഴിച്ചിടും, അത്രയേ ഉള്ളൂ. പക്ഷേ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശമായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ്. അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും, പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും, ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിപ്പിക്കാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ഇരട്ടി തീഷ്ണതയോടെ ജീവിക്കുവാൻ, എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവിക പരിപാലനകളെയും വിഹിതമായി നിരീക്ഷിക്കുവാനും നിവൃത്തിയാക്കുവാനും ആവശ്യമായ കൃപയാ നിറക്കണമേ, നിറക്കണമേ. ചിലരുടെ ഉടമ്പടിക്ക് വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഉടമ്പടിയുടെ ഇതിൻ്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല. ഇവർ പലരോടും ചോദിക്കും. അപ്പം ചിലർ പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും. ചിലർ പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ചൂടും, നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും.
അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കും. ദൈവമേ എപ്പോൾ പോകാൻ പറ്റും? ഭർത്താവ് വീട്ടിൽ വരണമെങ്കിൽ എത്ര, അല്ലെങ്കിൽ അയാൾ കാരണം അടിച്ച് പോക്കുമെന്ന് പറയാം. അതാണ് പലരുടെയും പ്രശ്നം അതാണല്ലോ. കള്ളവണ്ടി കയറി പോന്നിരിക്കണേ, കള്ളവണ്ടി കയറി പോന്നിരിക്കും. കള്ളവണ്ടി എന്ന് പറയുന്നത് കാശ് കൊടുക്കാൻ പോകുന്നതല്ല, അപ്പോൾ വീട്ടിൽ പറയാൻ പോകണത്. വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടി കയറി എന്നെ പോലെ. എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവരുടെ കാലുറക്കത്തില്ല. കൊച്ചേ 20 രൂപ കൊച്ചേ 20 രൂപ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉടമ്പടി അബോർഷനായി പോകും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താ? നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല. ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണം, ഉടമ്പടി എഴുതാൽ മതിയാ. ഇപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു ഇലക്ഷനും ഇല്ല, പ്രധാനമന്ത്രിയാകാം, MP ആകണം, കൊണ്ട് ഉടമ്പടി ചെയ്താൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. ഇത് കുറച്ച് കച്ചും കൈ കൊണ്ട് ഇതിനകത്ത്. അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഒരു സാക്ഷി ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കിരുന്നു. എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി. എന്താ കാര്യം? ഞാൻ സിൽവർ ഉടമ്പടിയിൽ എത്തിയിരിക്കണമെന്ന്. അമ്മയുടെ കളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണെന്ന്. അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ഭയമുണ്ടായെന്ന്. സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത്? ഞാൻ അമ്മയുടെ കളറിലെത്തിയില്ലേ, ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ. അതാണ് സംഭവം, അതാണ് ഉടമ്പടി എന്ന് പറയണത്. എനിക്ക് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നിയെന്നാണ്. കാര്യം അമ്മയുടെ കളറാണ്. നിങ്ങൾക്കറിയാം, സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത്. അതിനുള്ളിൽ അവർ 3-4 വട്ടം സാക്ഷ്യം പറയാൻ കയറി. ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ്. സിൽവർ ഗ്രേയിൽ എത്തുമ്പോൾ 4 പ്രാവശ്യത്തെ തട്ടേ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത്. അതേസമയം തന്നെ ഇപ്പൊക്കെ ഭയമായി. എന്താ കാര്യം? ഞാൻ അമ്മയുടെ കളറിലെത്തി, ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതി ആയിരിക്കണമെന്ന്. അതെന്തൊരു തിരിച്ചറിവാണ്. അതാണ് ഭയം, ദൈവഭയം എന്ന് പറയണത്. ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗ്രേയിൽ എത്തേണ്ട കാര്യമില്ല. ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി. എന്നാൽ ഇടമ്പടി ഇങ്ങനെ കവളാസം പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടും. എന്താ കാര്യം? നിനക്ക് ഭയമുണ്ടെന്നും അതനുസരിച്ച് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിന് അറിയാമെങ്കിൽ നീ ഉടമ്പടി പാലിക്കുന്ന മുമ്പതിന് ദൈവം അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷമഴ ചൊരിയും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തിനാ ആൾക്കാർ വെളുക്കോളവും വയ്യോളവും കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത്? ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും. എന്തിലുറപ്പിക്കും? വിശ്വാസത്തിൽ ഉറപ്പിക്കും. കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികളെ ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയെ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ. കാര്യം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമെങ്കിൽ അവർ തർജ്ജിമ ചെയ്യിക്കും. ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ട് ഇവർക്കൊന്നും മനസ്സാവത്തില്ല. മലയാളികളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ. ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജിമ ചെയ്ത് മേടിപ്പിക്കും. എന്നാലും ഞാൻ ഓർക്കുകയാണ് അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ്. അങ്ങനെ മനസ്സിലാകാൻ ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാകും അവർക്ക്. ഇപ്പം നമുക്ക് 16 ഭാഷ പത്രമുണ്ട്. ഏറ്റവും പുതിയ പത്രം ചെക്കോസ്ലോവാക്യയില, ചെക്ക് ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം ചെക്കോസ്ലോവാക്യയിലേക്ക് ട്രാൻസ്ഫർ എടുക്കുകയാണ്. അതിനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും ഉടമ്പടി വരും. ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട്. അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാടാണ് ശരിക്കും. കൃപാസനത്തിൽ നടത്തുന്നതിനേക്കാൾ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ്. അയർലൻഡിൽ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത്. അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും, പക്ഷേ നമുക്കത് പാടാണ്. നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പം എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും
റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യവാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത്. അപ്പം അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നിങ്ങൾ. പണ്ട് 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടി അപ്ഡേഷൻസാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം. നമുക്കിത് ഉടമ്പടി എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹൗ ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യമുണ്ടാകുകയും ഒക്കെ ചെയ്യണത്. അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോപ്പം നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും. ധ്യാനത്തിൽ വരുന്ന ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത്. എന്താണ് കാര്യം വെച്ചാൽ അവർ ഏത് രാജ്യത്തിലിരുന്നാലും ശരി അവരുടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇത്രാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായെന്ന്. ചുമ്മാ അപ്രത്യക്ഷമാകണേ, ആ പറയണ ഓൺലൈൻ ടൈമിന് അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ ആ ധ്യാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പം അപ്രത്യക്ഷമാകും. അപ്പോൾ എന്താ അതറിയണം. ഇത് നമ്മൾക്ക് കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ. ഇപ്പോൾ കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രം എതിരഭിപ്രായങ്ങൾ വന്നു. അപ്പം അന്ന് ഞാൻ ബിഷപ്പ് എന്നെ വിളിച്ച്, രൂപതാ ബിഷപ്പ് 2 പേരും കൂടി എന്നെ വിളിച്ച് വാട്ട് ഹാപ്പനിങ് തരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല. വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിലിരിക്കുകയാണിത്. പക്ഷേ ഞങ്ങളിതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും. എന്താ കാര്യം? ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഡ ജപമാലയാണ്. 1000 മണി ജപമാലയുടെ വലിയ പ്രകടശേഷിയുള്ള സംഭവമാണ് 2000 മുതലൂടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ രാത്രി ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റായില്ലേ കാര്യങ്ങൾ? എന്താണ് ഒരു ക്രൈസിസാണ്. പക്ഷേ ഇത് ഞങ്ങൾ ആരെയും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കരുത്തെ പിടിക്കാൻ പോവില്ല. ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. എന്താ കാര്യം? ഇതിൻ്റെ അടിത്തറ. അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു അവസാനൊരു വാക്ക് ഞാൻ പറയണമല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? കൃപാസനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരെ ഞങ്ങൾക്കെതിരെ നടത്തിയാലും അത് വില പോകത്തില്ല. ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കുന്നതാണ് ആ ലക്ഷക്കണക്കിന് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ഞാനെന്താ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എടുത്തിരിക്കുന്ന കാര്യം എന്താണ്? മോസസിനോട് പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ്? നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ്? പറവോയാണ്. പറവോ എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും. ദാവീദിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്ത് ഉണ്ടാകും. മോസസിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു പറവയുണ്ടാകും. പക്ഷേ മോസസും ഏരിയയും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? അപ്പോൾ മോസസ് പറഞ്ഞു, ഇതൊരു വടിയാണ്, അത് നിലത്തിടണം പറവോടെ മുമ്പിൽ. അപ്പോൾ ആ വടി എന്താണെന്നൊക്കെ മനസ്സിലാകും. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോൾ വടിയോടനെ പാമ്പായി മാറുമ്പോൾ മോസസ് തന്നെ ചാടി പിന്നോട്ട് മാറും. അപ്പോൾ മാന്ത്രികന്മാരും വന്നിട്ട് മാന്ത്രികം കാണിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അടയാളം കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ പ്രതി അടയാളം കാണിച്ചു. ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഫറവോൻ്റെ
രാജധാനിയിലെ അവർ കൊണ്ടുവന്ന് മാന്ത്രികന്മാർ കൊണ്ടുവന്ന് വടിയിട്ടു. അവിടെ വടിയും പാമ്പായി. അപ്പം മോശസ് പേടിച്ചു പോയി. കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ, പിന്നെ എന്തിനാ യഹോവയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണം മുമ്പ് ഇടിമിന്നൽ പോലെ മോശസിൻ്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി. എപ്പോഴും ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ തുറന്ന വാതില് ആരും അടക്കുകയില്ല, ഞാൻ അടച്ച വാതിൽ തുറക്കുകയുമില്ല. അതാണ് അടയാളങ്ങളുടെ ശക്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉടമ്പടി കശുരുമൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിൽ എപ്പോഴും വരണത് നോട്ട് ബൈ മെറിറ്റിലേത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ മെറിറ്റ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേസ് കൂടി വരുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ. നമ്മളുടെ യോഗ്യത കുറഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോഴെന്താ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ കൃപ കൂടി വരുന്നതനുസരിച്ചാണ്. അപ്പോൾ അത് അതിൻ്റെ പ്രൊവിഷൻ നീ മനസ്സിലാക്കണം. നിൻ്റെ യോഗ്യത കുറഞ്ഞ് വരികയാണ്. ചില പറയും നിലയം വിളിച്ചുകൊണ്ട് IELTS എഴുതി പുറത്ത് വരും. എല്ലാ മൊഴികളും എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു, എനിക്ക് തൊണ്ട നീരുമായിരുന്നു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എല്ലാം തീർന്നു, ഇനി ഞാൻ എഴുതണില്ല. അപ്പായോട് കാശ് ചോദിച്ചാൽ അപ്പ തരത്തില്ല, ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല, ഞാൻ ഇനി എവിടെ പോകും, ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്, ഇതും പോയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ മെറിറ്റ് എല്ലാം പോയി തിരിച്ചു വരികയാണ്. നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? പല കാര്യങ്ങളും കർത്താവില്ലായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആദ്യം കൊടുങ്കാറ്റ് വരും, കൊടുങ്കാറ്റ് കർത്താവില്ല. അപ്പം അങ്ങനെ ഓരോ മന്ദമാരുതം വരും, മന്ദമാരിൽ കർത്താവില്ല. ടേക്ക് ദ വേർഡ് ഓഫ് അഗ്നി വരും, അഗ്നി കർത്താവില്ല. പലപ്പോഴും കർത്താവില്ല എന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയ സർവ് ചെയ്ത് പോകും. ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത്. അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രവാചികമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത്. ആദ്യകാലങ്ങളിൽ 1ാം സ്റ്റെപ്പിലും 2ാം സ്റ്റെപ്പിലും 3ാം സ്റ്റെപ്പിലും ഒക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും യു മസ്റ്റ് വെയിറ്റ്. എന്താ കാര്യം? ഇനിയൊരു നിശബ്ദത വരാൻ പോകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:11. ഓക്കെ, 11. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. ഓർക്കുക, കർത്താവ് നീ മലയിൽ കയറി നിൽക്കുക. എന്താണ്? സീനായ മലമുകളിലെ, ഹൊറേബ് മലമുകളിലെ, കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നീ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളാം. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോഴ് അഗ്നിയിലും കർത്താവുണ്ടായിരുന്നു, ഭൂകമ്പത്തിലും കർത്താവുണ്ടായിരുന്നു, കാറ്റിലും കർത്താവുണ്ടായിരുന്നു. പക്ഷേ നിശബ്ദമായപ്പോൾ കർത്താവിൻ്റെ സ്വരം ഏലിയ കേൾക്കും. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഏലിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദൈവത്തെ തന്നെ
ഏതെങ്കിലും ഒരു കാലത്ത് അഗ്നിയും ഭൂകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങൾ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളിൽ നിന്നും സുവിശേഷ പ്രഘോഷങ്ങളിൽ നിന്നും സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത്. മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും. ദൈവം തെളിഞ്ഞു വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ്. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? അവസാനം ഇപ്പോൾ മിൻറ്റുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ഗർഭസ്ഥ ശിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ്. അല്ല, കൊച്ചിൻ്റെ പകുതി തൂക്കം ആ സാക്കിനുണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അത്രയും എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻറ്റു കടന്നുപോയി. ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ വിചാരിക്കണത് എന്താണ്? കർത്താവ് ഇല്ലെന്ന് നമുക്ക് തോന്നും, പക്ഷെ കർത്താവ് അവിടെ ഉണ്ട്. അതാ ബൈബിളിൻ്റെ ഒരു ഡിസ്കേസ്, ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് എന്ന് പറയണത്. കർത്താവ് ഇല്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട്. പക്ഷേ കർത്താവ് ഇല്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള ഒരു ഏരിയയുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം എന്ത് വിഷയം എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം. അമ്മ എന്തോ അമ്മയുടെ ഒരു ഭക്തി പ്രസ്ഥാനം പോലെ എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മളവരെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അമ്മയാണ്, അല്ലേ? അല്ലേ? സെക്കൻഡ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അപ്പനാണ്. മൂന്നാമത്തെ കാറ്റഗറിസം ടീച്ചറാണ് പള്ളിയിലച്ഛൻ. ഈ പള്ളിയിലച്ഛനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാസനത്തിലില്ലേ? എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണില്ലേ? എങ്ങനെയാണ് വളരണത്? അമ്മയുടെയും അപ്പൻ്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോഴേ യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളുടെ സമ്മിലിതമാകുമ്പോൾ വൈകാരികമായി അനുഭവമാകും. ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്ക് ബോധ്യം തരും? ഇമോഷണൽ കൺവിക്ഷൻ. ഐ ആം ആഫ്റ്റർ ദി ഇമോഷൻ ബിൽഡിങ് ദ ഇമോഷണൽ കമ്മീഷൻ ത്രൂ ദിസ് കവനന്റ് പ്രയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അർത്ഥം ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26. പുറപ്പാട് 12:26. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യണം? അർത്ഥം അറിയണം. അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? പള്ളിയിൽ നിന്നല്ല, അപ്പനും അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യം ചോദ്യം തന്നെ ആരോടാണ്? ഇതിൻ്റെ അപ്പനോടും അമ്മയോടുമാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം മക്കൾ. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറയണം. ഇപ്പോൾ ഉടമ്പടിയിൽ നീലത്തിരിയുണ്ട്. എന്താ കാര്യം? നീല എന്താണ്? ആകാശത്തിൻ്റെ നിറമാണ്. ആകാശം എന്താണ്? ബൈബിൾ ജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്.
ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ആ നീല തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ 24 മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത്. ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം. എന്താ കാര്യം വെച്ചാൽ നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. മോസസിനോട് കളർ പറഞ്ഞുകൊണ്ടുണ്ട്, നീ വിരി സമാഗമ കൂടാരത്തിൻ്റെ വിരികൾ തുന്നുമ്പോൾ നീല നൂല് ഉപയോഗിക്കണമെന്ന്. എന്താണ്? ദൈവ സാന്നിധ്യമാണ്. നമ്മൾ നീല തിരി കത്തിക്കുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടാ? അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കും. ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും കത്തിക്കുമ്പോൾ, നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും, നീലയിൽ വിശ്വാസവും പച്ചയിൽ പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അർത്ഥവത്തായി ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സംലഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പം കത്തോലിക്കയുടെ പള്ളികളിലെല്ലാം നോക്കിയേ, അല്ലെങ്കിൽ യാക്കോബൈസിൻ്റെയും ഓർത്തഡോക്സിൻ്റെയും പള്ളികളിൽ നോക്കിയേ, ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ അവിടുത്തെ വികാരിച്ചന്മാർ കാണുന്നുണ്ട്. ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ വികാരിച്ചന്മാർ കാണുമ്പോഴത്തേക്കും ചേട്ടാ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ പത്താൻ പറ്റിപ്പോയി, ഇപ്പോൾ എങ്ങനെ വന്നു? ഇപ്പോൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അതാണ് സംഭവം. എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടും പള്ളിയിൽ വന്നാൽ മുട്ട പോലെ നിൽക്കുക, കുർബാന എഴുന്നള്ളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നവർ നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴവരെ എളിമ പഠിച്ചു പോയി. കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന്. ഇപ്പോൾ അവർ മുട്ടയിൽ നിൽക്കും. അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കുന്നത്, കൃപാസനം പത്രം. അപ്പോൾ ഓട്ടോറിക്ഷക്കാർ ചോദിക്കും, ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും വിഡ്ഢിത്തരം കാണിക്കണേ എന്താണ്? അപ്പോൾ ചേച്ചി തിരിച്ചു പറയും, ഈ വിഡ്ഢിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ മാറിക്കൊള്ളൂ എന്ന് പറയും. ആരാണ്? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിഡ്ഢിത്തരമില്ലേ, അത് എൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും. അപ്പോൾ അത് വീണ്ടും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്. അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണത്. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താ അങ്ങനെ പറയണത്? അങ്ങനെ പറയാൻ കാരണം, ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗികൾ അവൻ്റെ വചനം കേൾക്കുക. ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയണത് ആരാണ്? ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അറിയിക്കണത് ആരാണ്? പരിശുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ്. അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് നമ്മളെ. അതുകൊണ്ട് എപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നത്. കാര്യം എന്താ? നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പോൾ 5 മണിക്കും 4 മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിനെ ക്യൂ നിൽക്കുന്നുണ്ടാകും പത്രത്തിന്. അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് നിൽക്കണത്. അവരത് ചെയ്തിട്ടും കൊടുക്കണത് വരെ ഈ വിശ്വാസ പ്രമാണത്തിന് അവരെ ചുണ്ടനങ്ങാതെ അവർ വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അതിതീഷ്ണതയോടെ വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഇപ്പൊ പുകഴ്ചയും അലക്സ് തോമസിന്റെ സാക്ഷ്യവും മെന്റുവിന്റെ സാക്ഷ്യവും നമ്മൾ കണ്ടു. അലക്സ് തോമസിന്റെ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം, ഒന്ന് കരളിൻ്റെ ഓപ്പറേഷൻ നടക്കണ മുമ്പ് തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ഇൻഫെക്ഷനായി. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കരൾ കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി. കരൾ സ്വീകരിച്ച ആളുടെ ബോധം പോയി, പിന്നെ ബോധം വന്നില്ല. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതെന്താണ്? എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ്. ഈ നമ്മുടെ മിൻറ്റുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത്? മിൻറ്റുവിൻ്റെ കുഞ്ഞിനെ എൻ്റെ ഗർഭമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി. ഓരോ ദിവസവും സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുകയല്ല, ചെറുതാകണില്ലത്. കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വിശ്വസിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം 15. എന്തിൻ്റെ? പുറപ്പാട് 14:15. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 14:15. പുറപ്പാട് 14:15. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. അതായത് ദൈവം എപ്പോഴും പറയുന്നത്, വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഇടയ്ക്ക് നിങ്ങൾ പറയും നമുക്ക് സ്പോൺസറായിട്ടുള്ള അറബി മരിച്ചു, അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും. ഞാൻ അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു. റഷ്യക്കാർ ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ. അവരെല്ലാം രാത്രി അവിടെ നിന്ന് ഓടി, സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നാട്ടിലെത്തി. അതിലൊരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് അവിടെയാണ്, അത് ബോംബിട്ട് ആ ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ്, കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണോ? അല്ല. ആരാണ്? കർത്താവാണ്. അപ്പം കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ്? മൈക്കിളെന്നും പറഞ്ഞ് വേറെ ഒരാളെ, വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് മുട്ടിച്ച് കൊടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറൊരു കോളേജിൽ. ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച 2 കൊല്ലം ഞാനിവിടെ ഇളച്ചു തരാം, 3-4 കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ച. എന്തൊരു ഭാഗ്യമാണ്. അതായത് ശത്രുക്കൾ നമ്മുടെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞിട്ടില്ല, കർത്താവ് സംരക്ഷിക്കണത്. എന്നിട്ട് അവസാനം രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഹോസ്റ്റൽ ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു? ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്, വെറുതെ മുന്നോട്ട് പോകാനല്ല, കണ്ണും പൂട്ടിക്കെട്ടി മുന്നോട്ട് പോകാനല്ല പറയണത്. ഉടമ്പടിയുടെ ചൈതന്യത്തിലെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉടമ്പടി അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം ദൈവപിതാവിന്റെ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ, ഇപ്പോൾ അലക്സ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ
തുടങ്ങണത് എന്താണ്? അയാൾ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ സാക്ഷ്യം തുടങ്ങണത്. എന്താ അദ്ദേഹം പറയണത്? ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് എന്നാ പറയണത്. എന്ന് പറയും, എനിക്ക് ആദ്യം പറയാനുള്ളത് ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ്. എന്തിനാണ്? നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത്. മാതാവിന് ഈ ലേമൻ എന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തൊരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോഴ് സാക്ഷ്യം വഹിക്കുന്നത്. അയാളെ കോട്ട് ചെയ്ത വചനം എഫെസ്യസ് 2:10 കോട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. ബാംഗ്ലൂരിയനാണ്, മലയാളിയാണ്, അവിടെ സെറ്റിൽഡാണ്. പറഞ്ഞത് ഞാൻ ഉടമ്പടി പഠിച്ച ഇതാണ്, എഫെസ്യസ് 2:10 എന്താണ്? വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. PSC ബൈബിൾ എഴുതിയിരിക്കണത് നമ്മൾ കർത്താവിൻ്റെ കരവേലയാണ്. വായിച്ചേ നാം ദൈവത്തിന്റെ കരവേലയാണ്. 2:10 പറഞ്ഞ നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്താ ചെയ്യണത്? നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട്. എനിക്കതില്ലായിരുന്നു, എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത്രയും ചെറിയ സ്ഥലമോ, എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇരിക്കണത്? ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണത്. കാര്യം എന്താണ്? വിശ്വാസമില്ലാത്തവന്, ത്യാഗമില്ലാത്തവന് കൃപാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം പള്ളികളെല്ലാം AC ആക്കിക്കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗത്തിൻ്റെ അല്ല, അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ്. കാര്യം AC ആക്കിയില്ലെങ്കിൽ ആ പള്ളിയിൽ പോണില്ല ആൾക്കാർ. ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് AC ആണോ അല്ലേ എന്നാണ്. അവിടെ ദൈവമാണോ ഉണ്ടായില്ല എന്നല്ല പ്രശ്നം. പല പള്ളികളും ഇപ്പോൾ AC ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ? AC ആയില്ലെങ്കിൽ ആളെ കിട്ടത്തില്ല. ഈ AC എന്നോട് ഞാനൊരു 2016 അമ്മ എന്നൊരു സ്വപ്നം കാണിച്ചായിരുന്നു. അപ്പോഴിതൊരു ഓലച്ചാർത്ത് പോലുള്ള സംഭവമാണ്. എപ്പോഴും നിങ്ങളോട് പറയും ഞാനത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓലച്ചാർത്ത് ഈ തൂവാൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഓലപ്പാകി ഒരു നൂലെ കെട്ടി ഇറക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി. പക്ഷെ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പം ഞാനാണ് ഈ ഓല തൂക്കണത്. അപ്പം അന്ന് ഞാൻ ഈ ജോമോളോടൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം അവരാണ് എൻ്റെ ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഇവരെന്നോട് പറയും കത്തിയിടൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു മണ്ണാൻ കേട്ടെ, കത്തിയിടല്ല, അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ്. അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ല, ഇത് കർത്താവ് ഇരിക്കേണ്ട ഒരു ആലയം, എൻ്റെ കണ്ണിലൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ്. ഇവിടെ ആർക്കും വരാം, കണ്ണീര് കർത്താവ് മാതാവിനോട് പറയാം. നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ നീണ്ടുവരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണിത്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഞാൻ അവരോടന്ന് പറയുമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു. അത് കാര്യം ഗോഡെന്നല്ലേ ഉള്ളു, ക്രിസ്തു എന്നില്ലല്ലോ. കുരിശൻ സ്വപ്നത്തിലില്ല. ഗോഡ് ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ഇടമാണ്. അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവ്യകാരുണ്യത്തിൽ ഈശോയും നിങ്ങൾക്ക് സാന്ത്വനം നൽകണത്. പക്ഷെ എന്താ, എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണുനീരിൻ്റെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടം, അത്രയേ ഉള്ളൂ. വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല, ഞങ്ങൾക്കും ഇല്ല. നിങ്ങൾ ചിലർ പറയും
ചില വന്നു പറയും ഇത് മതം മാറ്റ കേന്ദ്രമാണ്. ഞാൻ എന്ത് വിഡിത നിങ്ങൾ പറയണം? ഞങ്ങൾ ആരെങ്കിലും ഇതുവരെ മതം മാറ്റിയിട്ടുണ്ടോ? ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ, നീ ഹിന്ദുവാണോ, മുസ്ലിമാണോ വല്ലതും ചോദിക്കുക അല്ലേ? ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ നിന്റെ കാർഡ് എടുത്ത് എന്ന് നമ്മൾ പറയാമോ? ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത്. ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യണേ എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന. വേറെ എന്താ ഒരു പ്രാർത്ഥന? ഒന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയാൽ ലക്ഷങ്ങളും കോടികളാകുമ്പോൾ മാതാവിനോട് പറയാം, മാതാവേ കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ കരുണയുടെ കരങ്ങൾ അവിടെ മേലെ നീട്ടണമെന്ന്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിളാ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ വക്രത, വഞ്ചന, വ്യഭിചാരം, അതുപോലെ തന്നെ തൻപോരിമ, അഹങ്കാരം, അങ്ങനെ എല്ലാ ദൈവത്തിന് നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജീവിതവും പ്രകൃതിയും പുനഃക്രമീകരിക്കണം. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് കത്താൻ തുടങ്ങും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന്. എന്നിട്ട് ഈ അലക്സ് തോമസ് വേറൊരു കാര്യം പറയും. എനിക്കാണതൊരു മോഡൽ സാക്ഷ്യമാണ്, മാതൃകാ സാക്ഷ്യം. ആദ്യം അവരനുഭവിച്ച ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവ പാഠങ്ങൾ അയാൾ പറയും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ ബട്ട് ഇറ്റ്സ് എ റിലേഷൻ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല, പിന്നെന്താണ്? അതൊരു ബന്ധമാണ്. ഇത് അലക്സ് തോമസ് പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അത് 4 സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, അതൊരു മതമല്ല, പിന്നെന്താണ്? അതൊരു റിലേഷനാണ്. എന്താ കാര്യം? ദൈവമായിട്ടുള്ള ഒരു ബന്ധം. അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റ് റിലേഷനാണ്, ഉഭയകക്ഷി റിലേഷനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, പാലിക്കുന്നു. ദൈവം നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, ദൈവത്തിനും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളെ തന്നെ സുവിശേഷവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ.